ഹലോ. രമ്യേ, എടി ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോ? കിടന്നായിരുന്നോ? പിന്നെ എടി നാളെ ഞാൻ പണിക്ക് ഞാൻ കുറച്ച് നേരം വൈകിട്ടോടി. ഒന്ന് അവരോട് പറയാമോ? അവളോട് പറയാൻ എനിക്ക് പേടിയായിട്ടാ. അതേ നാളെ മോളെ അവിടെ നിന്നിട്ട് മരുമോളെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പോരുന്നത് മോശമല്ലേ? അപ്പോൾ കുറച്ച് നേരം വൈകും. ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നീ അവളോടൊന്ന് വിളിച്ച് പറയാമോ? കുറച്ച് നേരം വൈകിട്ട് വന്നാൽ മതി എന്ന് പറ കേട്ടോ. സ്പെഷ്യലൊന്നുമില്ല. സ്പെഷ്യൽ എന്താ, ചക്കയും ചിക്കനും വാങ്ങാമെന്ന് വെച്ചിട്ട്. ചക്കയുണ്ട് ഇവിടെ. ചക്ക കൊണ്ടുവരണോ? അവിടെയും ചക്കയുണ്ടോ? സുബീൻ്റെ അവിടെയോ? ആണോ? എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുവരണ്ടല്ലോ അല്ലേ? അപ്പോൾ നീ പറയണേ. അല്ല, അവളെ നമ്പർ എൻ്റെ അടുത്തുണ്ടാകും. പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ കൂട്ടൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ഈ കാര്യത്തിനൊക്കെ ഭയങ്കര സ്ട്രോങ്ങാണ്. അതുകൊണ്ടാ നീ ഒന്ന് പെതുക്കെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഇതേപോലെയാ. അല്ല, അവള് വന്നില്ലല്ലോ. അവള് വന്നില്ല. അവിടെ തന്നിട്ട് തിന്ന. അപ്പൊ എവിടെ ചെന്നാ ഒരു മുറി മുഴുവൻ നീയല്ലേ തീർത്തോ? ഇല്ല, ഇത് തിന്നാനാണ് നമ്മള് പോണേ. പണിയെടുക്കല്ലേ? എന്നാലും ആ ചക്ക അതാണ് പണ്ടത്തെ കൊട്ട അല്ലേ? ഈ വീട്ടിലാരില്ല. ആളുണ്ട്. ചേച്ചി കഴുകി ഉണക്കി വെച്ചാൽ ഉണക്കൽമീനൊക്കെ ഇട്ട് വെക്കില്ലേ? ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അടുപ്പിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടും. അപ്പൊ ചൂട് തട്ടുമ്പോ മീനൊക്കെ നല്ല ഇവിടെ വെക്കണം. അല്ല, ഓർക്ക് ഓർക്ക് വേണ്ടതാ. അവിടെ വെക്കണം അല്ലേ? പോകുമ്പോ അല്ല, പോകുമ്പോ അതാടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. എന്തൊരു കമ്പി എനിക്ക് മനസ്സിലായില്ല. കമ്പി കുത്താന് എങ്ങട്ടാ? എവിടെയാ സ്ഥലം? നമ്മളെ സൈറ്റ് എവിടെയാ? ഓമനന്റെ പറമ്പാ? അത് നമുക്ക് റബ്ബർ തോട്ടത്തിന്റെ പറമ്പിൽ അവര് പറഞ്ഞേ. മാധവന്റെ പറമ്പ് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയ്ക്ക് ഓമനന്റെ പറമ്പ്. അവരല്ലേ ആദ്യം തന്നെ ചീട്ട് അവിടെ പാറ്റുപോറ വെട്ടുക. ചോറ വിട്ടോ? ഇത് കണ്ടില്ലേ കാട്? ഇതാണ് നമ്മളെ സ്ഥലം. ആണല്ലേ? ഇതല്ലേ കാട് കണ്ടില്ലേ? എവിടെ തുടങ്ങും? കുപ്പായൊക്കെ പുറേന്ന് മാറ്റി പോരണം. ആ വീട്ടിലാരില്ല. ഇവിടെ ചൊറുതുണ്ടെന്നാ തോന്നുന്നത്. ഇവിടുത്തെ കണ്ടിട്ട് ചൊറിയുന്ന സാധനം. ചൊറത്തിൽ തുടങ്ങിയോ? ഗീതാച്ചിക്ക് കോള് തുടങ്ങിട്ടോ. സോ ഗീതാച്ചിക്ക് കോള് തുടങ്ങി. കോള് ഇനിയിപ്പോ ഗീതാച്ചിക്ക് എത്ര കോള് വരും അത്രയും ഫോണിലായിരിക്കും. എന്താ മണ്ണെണ്ണ വരാത്തേക്കല്ലേ? ഞാനിതിന് കൂടി വരുമ്പോ അവര് വരുമ്പോ സമരം ചെയ്താലോ? മണ്ണെണ്ണ മണ്ണെണ്ണ കാണാൻ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞത് എന്താ ചെയ്യാൻ. മണ്ണെണ്ണ കുടിച്ചാ ചാവോ നല്ല. ഇപ്പൊ എന്തേലും എന്താ ചെയ്യാൻ? അല്ല, ആ അവസ്ഥ കഴിഞ്ഞപ്പോ പിന്നെ ഇതിപ്പോ എന്താ ചെയ്യാ? എന്റെ പൊന്നു മോളെ, നീ അതവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും എടുത്ത് ചെയ്യും. പണി വെട്ടുന്ന എങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ? പറഞ്ഞു കൊടുക്ക്. അതാണ് വെട്ടുന്നതോ? അവിടെയൊക്കെ കണ്ടില്ലേ? കാട് കണ്ടില്ലേ? വെട്ടാൻ പറ്റിക്ക് പോയി. ഇങ്ങനെ പണിയൊന്നും അറിയാത്തവരെയൊക്കെ കൊണ്ട് ഇതിന് ഒരു കച്ച. ഇത് കമ്പി കൊണ്ട് ഇത് ഇങ്ങനെ അമർത്തി അടിച്ചാലേ കല്ലിങ്ങോട്ട് കൂടി ഇതിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കണം. എന്നിട്ട് ഇങ്ങനെ കല്ലിറക്കി എടുക്കണം. എനിക്ക് ഒന്നും അറിയില്ല ആളെ. ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. വെട്ടാൻ പഠിപ്പിക്കാനാ? വെട്ടാനാ? വാഴക്കന്ന് വെട്ടാനാ? അങ്ങനെ വലിച്ചേരുന്നത് എന്താണ് എന്റെ പൊന്നു മോളെ? കഴിഞ്ഞടാ കഴിക്കണേ. ഇങ്ങനെ കൊത്തിയിട്ടേ കല്ലുകൊണ്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അറിയാത്തോണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു തരുന്നത്. എന്റെ അയ്യോ, മര്യാദക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതാണ്. അങ്ങനെ ഒന്നും അല്ല. കൊത്തിയിട്ട് വലിക്കട്ടെ. നോക്കട്ടെ എന്താ പറ്റും. ചോര വരുന്നു. അയ്യോ, അവിടെ ചെറിയൊരു ചോന്നിട്ടേയുള്ള സാരില്ല. ഓക്കൊന്നും അങ്ങനെ മനസ്സിന് തീരെ കട്ടിയില്ല. ചെറിയ വേദന. അതിനുള്ള കട്ടിയില്ല മനസ്സിന്. അങ്ങനെയല്ല കൊത്തി വലിക്കാൻ. വേദനയൊന്നും താങ്ങാൻ. ഞങ്ങൾ എങ്ങനെയാ കൊത്തുക? നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാ? തമിഴ്നാട്ടിലേക്കല്ലേ? എന്റെ വീട് എവിടെയാ?
തമിഴ്നാട്ടില്. അവിടെ ഇങ്ങനെയല്ലേ കൊത്തുക? പിന്നെ പറയണ്ടേ, ഞാൻ എങ്ങനെയാ കുത്തുകയെന്ന് വെച്ചാ കൊത്തിക്കോ. ഞാൻ കൊത്താൻ പോയിട്ടില്ല അവിടെ. എന്താ ചെയ്യ, നമ്മള് കുടുങ്ങിന്ന് പറഞ്ഞാ പോരെ. ആകെ 3 ആളേ ഉള്ളൂ. ആൾക്കാരും വന്നിട്ടില്ല. അമ്മേനോട് ഞാൻ അവിടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ചിലപ്പോ വരുമോ? അമ്മേനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഒപ്പൊക്കെ ഇട്ട് പോയതാ. ഫോട്ടോ രാവിലെ എടുത്തായിരുന്നോ അമ്മ? അമ്മ പറഞ്ഞു പോയതാ. ഫോട്ടോ എന്ത് രസാലേ അവളെ കാണാന്. രാവിലെ എടുത്ത ഫോട്ടോയില് എന്തോരം പണ്ടം കിട്ടിയ കുട്ടിയല്ലേ, എന്തോരം പണ്ടല്ലേ നമുക്ക് കിട്ടിയത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആകെ വിഷമം വന്നു. ഇതെന്താ സാധനം? കമ്പി. ഇതെന്തിനാ അടി കൊണ്ടുവന്നെ? കമ്പി. അത് കമ്പി ഇത് കുത്തുന്ന അതല്ല, എന്ന് വന്നാൽ ആദ്യം ഒക്കെ ആപ്പ് ഉറപ്പിക്കല പരിപാടി. പിന്നെ ഇത് ഉറപ്പിക്കാണ്ട് തൂമ്പെ കൊണ്ട് പണിയെടുക്കാൻ പറ്റും. എന്നാ അത് ഉറപ്പിച്ചിട്ട് കൂടെ പോന്നാ പോലെ. ആ നേരം വേണ്ട, നേരം വെളുത്ത് കുട്ടികളെ വിടണം. എന്തൊക്കെ ഉള്ളത്. കുട്ടികളെ ഞങ്ങൾക്ക് വിടണം. ഞാനും 3 മക്കളെ വിട്ടിട്ടേ വരുന്നത്. എങ്ങോട്ടാ? പോകാൻ തുടങ്ങി. എന്തെടുക്കാനാ പോണ? അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ തേങ്ങ കിട്ടിയായിരുന്നു. എന്നിട്ട് കാണാതെ കൊണ്ടുപോയില്ലേ? ഇങ്ങനെ കൊണ്ടുപോയതാ. ഇപ്പൊ നല്ല വെയിലല്ലേ, നമുക്ക് വിറ്റ് ഉണക്കാടി വെളിച്ചാണ്. വീട്ടിൽ തെങ്ങില്ല. അയച്ചിട്ട് ഇങ്ങനെ തൊഴിലുറപ്പിന് വരുമ്പോ തേങ്ങ എടുത്തോണ്ട് പോകാം. ആരൊക്കെ എന്തോ എടുത്തുകൊണ്ടോണ്. ഓ, ഈ ഒരു നല്ലൊരാള്. ഞാൻ ഒരു സാധനം കൊണ്ടുപോവില്ല. അയ്യേ, അത് സാരല്ല, തൊഴിഞ്ഞു വീഴുന്നതല്ലേ ഇവിടെ. തൊഴിഞ്ഞു വീഴുന്ന ഓണർമാര് എടുത്തോട്ടെ. എനിക്ക് എന്താ ഈ കണ്ണിക്കടി കുശുമ്പ്. വേണേ പെറുക്കിക്കോ. എന്നാ ഒരെണ്ണം കണ്ടോ. അപ്പൊ ആ കഞ്ഞിക്കൂടി മുട്ടിക്കാൻ പറ്റുമോ? അല്ല, ഇതൊരു തൊഴിലാക്കിക്കല്ലോ കേട്ടോ. ഇവിടെ ഇതും വേണേ. വേഗം വന്നോട്ട് മതി. മുകളിലോട്ട് നോക്കി വീഴണ്ട. തട്ടിത്തടഞ്ഞു ഇനി വേണം കേട്ടോ. ഇല്ല, അയ്യപ്പന്റെ ഡാൻസ് ഉണ്ട്. ഏതാ ഞാൻ കളിച്ചേ? അയ്യപ്പന്റെ ഡാൻസ്. പാട്ട് ഏതായിരുന്നു? എവിടെ കളിച്ചതാ ഡാൻസിന്റെ പാട്ട്? അയ്യോ, നമ്മളെ അയ്യപ്പസ്വാമിന്റെ ഒരു പാട്ടില്ലേ? അല്ല, സ്വാമിയെ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ. ആ പാട്ട് ഏതായിരുന്നു ചേച്ചി? അതൊക്കെ കളിക്കുമ്പോ എന്നെ വിളിക്കണ്ടേ? ഇനിയിപ്പോ 2ാം തീയതി ഡാൻസ് ഉണ്ട് പൂവാറനാട് അമ്പലത്തില്. രണ്ട് സ്ഥലത്ത് ഇപ്പൊ കളിച്ചു ഞങ്ങള്. അങ്ങനെയൊന്നുമില്ല, ഡാൻസ് ഇഷ്ട. ഡാൻസിന്റെ കാര്യം പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയാണ്. സമ്മതിച്ചിട്ടില്ല കെട്ടാനും. എന്നെ അറിയാം, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കളിച്ചു കാണിച്ചായിരുന്നോ? ഞാൻ ഡാൻസ് എനിക്ക് ചക്ക തരാതെയോ? 2 ചോള അവിടെ വെച്ചിക്കാൻ എനിക്ക് വെക്കണേ. ആകെ 4 ചോള തീർക്കരുതിട്ടോ. തീർക്കോ? ചക്ക തീർക്കോ? ചക്കല്ലേ, ചക്കക്കുരുവല്ലേ തരും. അമ്പലപ്പുഴ പൊന്നിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു കൽവിളക്കുകൾ. ഞാൻ മറന്നുപോയി. എന്തൊരു മറവിയൊക്കെ ഓർമ്മയില്ല. കഥ രമ്യ ഒന്ന് നോക്കണട്ടോ, അവിടുന്ന് ആള് വരുന്നുണ്ടോന്നുള്ളത്. ഞാൻ നോക്കിട്ട് വരാം. അങ്ങനെ കുത്തണം. അങ്ങനല്ല, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കത്തി എടുത്ത് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെയല്ല ദൈവമേയോ എന്റെ തല. അങ്ങനെയല്ല, ഇങ്ങനെ വയന്നെടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കും. അവിടെ ഒരു മാങ്ങാപ്പഴം ചടിയാന്ന് പോയി നോക്കട്ടെ. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ പോയി നോക്കിട്ട് വാ. അപ്പൊ ഞാൻ ചക്ക എടുക്കാലോ. തേങ്ങ എടുക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അത് മാങ്ങയല്ലേ? ഞാൻ എടുക്കുന്ന തേങ്ങയല്ലേ? ചക്ക പോലെയാണോ മാങ്ങ? അല്ല, മാങ്ങ പോലെയാണോ തേങ്ങ? നിങ്ങൾക്ക് വയ്യല്ലോ. നിങ്ങൾ അധികം ജോലിയൊന്നും ചെയ്യണ്ട. നിങ്ങളിവിടെ കുത്തിയിരുന്നോ? നിങ്ങളിവിടെ ഇവിടെ ഇരുന്നോ? നിങ്ങൾക്ക് വയ്യല്ലോ. ഈ പോയിട്ട് വന്നോ? ഞങ്ങളെ നാട്ടിന് വന്നിരുന്നു. എല്ലാ ആഴ്ചയിലും എത്ര നാള് കൂടിയിട്ടൊന്ന് വന്നതോല്. അപ്പൊ അല്ല, ഞാൻ അവിടെ ചെന്നപ്പോ ഓര് ഇന്ന് ചീത്ത പറയാം. എന്താ എന്റെ കഴുത്തൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചിട്ട് വാ അത് കൂട്ടാ ഒരു തുള്ളി കഴിച്ചാൽ മതി. എന്താ കോഴിക്കാട്ടോ? എനിക്ക് മതി. തീർക്കണം അമ്മ പറഞ്ഞു. കയ്യൊന്നും ചെയ്യണ്ട. അങ്ങനെയല്ല, ഒരു ചെറിയ മധുരമില്ല. മധുരം വേണോ? മധുരം വേണ്ടടി. മധുരത്തിന്റെ ആവശ്യമില്ല. കുടിച്ചപ്പോ ഒരു കൊതി.
മധുരപൊടി ഇടുവായിരുന്നു സുഖമായിരുന്നു അല്ലേ? ആയ് അപ്പൊ നല്ല രസായന്. അങ്ങനെ രസിക്കണ്ട, ഈ പകുതി പണിയെടുത്ത് ഓടിയല്ലേ. വേഗം പണി കൊടുത്തുകൂടെ? ഒരു ബട്ടൺസും ഉണ്ട്, ഒരു ഷർട്ടും ഉണ്ട്. എന്താ കാട്ടുന്നത്? വേഗം തീർത്തിട്ട് വേഗം പോവാൻ നോക്കാം. ഞാനിതൊക്കെ എടുത്തേക്ക് ഞങ്ങളെ കൊത്തിക്കാം. ഇപ്പൊ പോവാനാവൂലേ? നിങ്ങൾ എടുത്തേക്ക്, ഞങ്ങള് റെഡിയാക്കാം. അപ്പൊക്ക് ഞാൻ വരാം. ഇതൊക്കെ എടുക്കട്ടെ. ഓള് പാത്രവും ചെമ്പും എടുത്ത ഓളത് കഴിഞ്ഞ്. ഒന്നുമില്ല, ഒന്നും കൊണ്ടുവന്നില്ല. ഒന്നും കൊണ്ടുവരാതെ വരുള്ളൂ. ഷർട്ട കൊണ്ടുവന്നില്ല. ഇനി ഒക്കെ മറന്നു വെച്ചിണ്ടാവും. തൂമ്പയും കത്തിയടവളെ അവിടെ ഉണ്ടോ? അതൊക്കെ അവിടെ ഓള് കൊണ്ടുപോയിട്ടുണ്ട്. നക്കടി ഇന്നത്തെ കഴിഞ്ഞ് നാളത്തെ സ്ഥലം പറഞ്ഞില്ലട്ടോ.